കനകക്കുന്നിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് കനകക്കുന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന, കുടുംബത്തോടൊപ്പം, കുട്ടികൾക്കൊപ്പം, സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുചേരുന്ന ഒരു ഇടമാണ് കനകക്കുന്ന്. അത് കനകക്കുന്നിന് ഈ രാത്രിയൊക്കെ പോകാൻ ഭയങ്കര രസമാണ്, നല്ല ഭംഗിയാണ്. കാരണം വീഥികൾ മുഴുവൻ മനോഹരമായ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം ഇന്ദുലേഖ നമുക്കൊപ്പം കനകക്കുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. ഇന്ദു, ഇനി കുറച്ച് കഴിഞ്ഞാൽ കനകക്കുന്ന് ഒരു ആളുകളുടെ ഒരു ഇടമായി മാറും. എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു ആ മയക്കമൊക്കെ മാറിക്കഴിഞ്ഞാൽ കനകക്കുന്നിലേക്ക് വരും കുടുംബത്തോടൊപ്പം, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ. എങ്ങനെയാണ്, ഇപ്പോൾ തന്നെ തിരക്കുണ്ടോ? ആര്യ പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങുമ്പോൾ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി കനകക്കുന്നങ്ങ് മാറും. ഈ ലൈറ്റുകളൊക്കെ പ്രകാശം പരത്തും. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിൻ്റെ പരിപാടിയൊക്കെ പല ഹോളുകളിലായിട്ട്, പല സ്റ്റേജുകളിലായിട്ട് നടപ്പുണ്ട്. നിറയെ ആൾക്കാർ, കുട്ടികളും കുടുംബവുമായിട്ട് എത്തുന്ന ആൾക്കാരുണ്ട്, കുട്ടികളായിട്ട് എത്തുന്നവരുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും വിശ്രമിക്കാനും അതുപോലെ തന്നെ കലകൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ ഊഞ്ഞാലാടാനും ഒക്കെ ആയിട്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്രയും ഭംഗിയിൽ, അത്രയും വൃത്തിയിൽ, അത്രയും രസമായിട്ടാണ് ഈ കനകക്കുന്നിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാണാൻ സാധിക്കും കൊച്ചു കുട്ടികളൊക്കെ, അതായത് ഓണാവധി തുടങ്ങിയിട്ടുണ്ട്, മറ്റെവിടേക്കും പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ, അതായത് ദൂരേക്കൊന്നും യാത്ര പോയില്ലെങ്കിൽ കൂടി ഈ ഓണദിനത്തിൽ ഇവിടെ വന്നിരുന്നത് ഊഞ്ഞാലാടുന്ന കുട്ടികളുണ്ട്. അമ്മമാരൊക്കെ ആട്ടിവിടുകയാണ്. അത്രയും സന്തോഷത്തിലാണ് അവരൊക്കെ ഈ ദിനം ആസ്വദിക്കുന്നത്. രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു സായാഹ്നം ഈ കനകക്കുന്നിൽ ആഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനായിട്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രായഭേദമന്യേ പ്രായമുള്ളവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുമായി എത്തിയ മാതാപിതാക്കളുണ്ട്, കൗമാരക്കാരുണ്ട്. എല്ലാവരും അവരുടേതായ ലോകത്താണ്, അവരുടേതായ രീതിയിൽ അവർ എൻജോയ് ചെയ്യുകയാണ്. നമുക്കറിയാം ഈ സ്ഥലമൊക്കെ കണ്ടാലറിയാം, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഏറ്റവും ഭംഗിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ വീട് കണ്ടാൽ, അതായത് ഈ വീട് പോലെ കാണുന്ന ഈ ഒരു പഴയൊരു തറവാടിൻ്റെ സെറ്റപ്പിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഇടം കണ്ടാൽ എത്ര പേർക്ക് തോന്നും ഇവരൊരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കാർഡ്ബോർഡുകളൊക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ താൽക്കാലികമായൊരു വീടാണെന്ന്. അതായത് ഓണത്തിന് നല്ല ഭംഗിയുള്ള ഫോട്ടോകൾ എടുക്കാൻ നമുക്ക് കാണാം. സെറ്റുമുണ്ടൊക്കെ ഇവിടുത്തെ കുട്ടികളൊക്കെ വന്ന് റെഡിയായിരിപ്പുണ്ട്. ഇത്തവണത്തെ ഇൻസ്റ്റഗ്രാമിനെയൊക്കെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് ആളാവാൻ വേണ്ടി, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് എല്ലാവരും വന്നിരിപ്പുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ കൂടെ വേറൊരു സുന്ദരനും പുതിയ ഷർട്ടും മുണ്ടും ഒക്കെ റെഡിയായി നിൽക്കുകയാണ്. പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ വരണമെന്നൊക്കെ പറഞ്ഞ അമൽ തേനമ്പറമ്പിൽ ഏറ്റവും പുതിയ ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കണം. അമൽ പറയും, എന്താണ് ഫോട്ടോ എടുക്കാൻ ഒരു റൗണ്ട് കറങ്ങി എന്നുള്ളതല്ല, ഇവിടെ വന്ന് നമ്മൾ ബാക്കിയുള്ളവരെ കണ്ടോന്നല്ല, പക്ഷെ എന്നെ ഞാൻ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞ് പുത്തൻ ഷർട്ടിട്ട് വന്നാണ് അമലിന്റെ ഓണം എങ്ങനെയാണെന്ന് ചോദിക്കാം. എൻ്റെ ഓണം അടിപൊളിയായിരുന്നു. ഈ ഓണാഘോഷം ഇന്നലെ അങ്ങ് തീർത്ത് വീട്ടിലായിരുന്നു, ഇടുക്കിയിലായിരുന്നു. ഞാനിപ്പം ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരംകാരുടെ കൂടെയും കൂടി ബാക്കി അങ്ങ് ആഘോഷിക്കാമെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്തെ ഓണാഘോഷം എന്ന് വെച്ചാൽ കനകക്കുന്നിൻ്റെ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഓണം. ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം കളറാകും, ലൈറ്റും കൊണ്ടുള്ള കളറാക്കലാണ്. പിന്നെ നിശാന്തിയിൽ ഇഷ്ടംപോലെ പരിപാടി നടക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും നാട്ടിൽ ഇതേപോലെ ഓണത്തിൻ്റെ അന്ന് ഇതേപോലെ സജീവമായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളുകളെല്ലാം റോഡിലേക്ക് ഇറങ്ങിയാണ്, ആളുകൾ, നഗരം സജീവമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അവധി മൂടാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, ഓണം മൂടാണ്, പൊളി മൂടാണ്. എനിക്ക് തോന്നുന്നു ഓണം മാത്രമല്ല എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങളും. പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് മുമ്പ് ഇവിടെ ഓഫീസിലുണ്ടായിരുന്നു, സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഈ ഷർട്ട് ഇവിടെ എല്ലാവരെയും കാണിച്ച് തിരിഞ്ഞും മറിഞ്ഞും ഫോട്ടോ എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നത്. ഇവിടുത്തെ ആ ഷോ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അത് പുതിയ ഷർട്ടാണ്, മനസ്സിലാക്കേണ്ടത്. സുഹൃത്തിന്റെ കടയിൽ നിന്ന് പോയെടുത്ത് പുതിയ ഷർട്ടാണ്. ഞാൻ ഇന്ന് ഇത് 4 ആളെ കാണിച്ച് അടങ്ങുമെന്ന് പറഞ്ഞാണ് അമൽത്തേനും പറമ്പില് ഇന്ന് ഇവിടെ മുഴുവൻ ഈ കനകക്കുന്ന് മുഴുവൻ കറങ്ങി നടക്കുകയാണ്. ഇരുട്ടാവുന്നതിന് മുമ്പ്, ലൈറ്റ് വീഴുന്നതിന് മുമ്പ് മാത്രമല്ല, പവർ ഗ്ലാസ് ഒക്കെ ഊരി വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഉദ്ദേശം പറയുന്നത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഓണം? സദ്യയൊക്കെ കഴിച്ച്, കള്ളക്കുറിയല്ല, നമ്മുടെ മേക്കപ്പ് റൂമിൽ നിന്ന് അടിച്ചു മാറ്റിയ ഫൗണ്ടേഷൻ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കണ്ടുപിടിച്ചത് ആദ്യം ഞാനാണ്. ഇപ്പൊ ആര്യാപ്പി, അതായത് സ്ക്രീനിൽ കൂടെ കണ്ടുപിടിച്ചതിൽ സന്തോഷമുണ്ട്. ഇതുവരെ ആർക്കും അത് മനസ്സിലായില്ലെന്ന ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുന്നത്. അതല്ല, ഇത് ചന്ദ്രൻ തൊട്ടിരുന്നെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഫിക്സഡ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇപ്പം കാണുന്നവർക്ക് ചന്ദ്രൻ തന്നെ ഓക്കെ അല്ലേ? എങ്ങനെ ഇളകിയിലൊക്കെ പരത്തി വെച്ചാലും ഫൗണ്ടേഷനായി. എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോഴാണ് താഴെ നിശാന്തിയിലെ പരിപാടിയൊക്കെ തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ആളുകൾ സദ്യയൊക്കെ കഴിച്ച് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നഗരത്തിലോട്ടും ഇറങ്ങാൻ പോവുകയാണ്. താഴെ നിശാന്തിയിൽ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ ഈ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നു. ഇതൊക്കെ ഭൂരിഭാഗവും തിരുവനന്തപുരംകാർ തന്നെയാണ്. അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ ഓണം ആഘോഷിക്കേണ്ടി വരുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്.
അവരുടെയൊക്കെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ നിശാഗന്ധിയും ഈ തിരുവനന്തപുരത്തെ കനകക്കുന്നും ഒക്കെ കേന്ദ്രീകരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വീട് ആളുകൾ കൃത്യമായി തന്നെ കാണിച്ചു പോകുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റാണ് എന്ന് മാത്രമല്ല, കണ്ടാൽ ഒറിജിനൽ വീട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പഴയ തറവാട് സെറ്റപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കോ. ഞാൻ അകത്ത് പോയി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പഴയ ഏതൊരു തറവാടിൻ്റെ മുന്നിൽ ഓണം ആഘോഷിക്കാൻ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നീ ഇന്ദുവായിട്ട് പോയി ഫോട്ടോ എടുത്തായിരുന്നോ? ഞാൻ അകത്ത് കയറിയില്ല, ഞാൻ പുറത്തുകൂടി ഒന്ന് കറങ്ങി നടന്നായിരുന്നു. നമുക്ക് കാണാൻ പറ്റും നല്ല വിളക്ക്, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ താഴിട്ട് പൂട്ടിയ പഴയ ഒരു തറവാട് സെറ്റപ്പിലുള്ള ഒരു വാതില്, അതുപോലെ തന്നെ മറ്റേ തൂക്ക് വിളക്കുകൾ, പഴയ ആമാടപ്പെട്ടി, ചെറിയ ചെറിയ സ്റ്റൂള്, ചാരുകസേര ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെയൊക്കെ ഒന്ന് അടുത്ത് തിരക്കി നോക്കാം. ഫോട്ടോസ് ഒക്കെ എടുത്തോ? എങ്ങനെയുണ്ട് ഈ സെറ്റപ്പ്? ഇഷ്ടപ്പെട്ടോ? ഇത് പെട്ടെന്നൊരു ക്യുക്കായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കണ്ടാൽ തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊരു 2-3 ദിവസം കൊണ്ട് കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. നല്ല വിന്റേജ് വൈബായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളി. എടുത്തോ? ഞാൻ എടുത്തു. ഇഷ്ടപ്പെട്ട സ്ഥലം? നിങ്ങളൊക്കെ രാത്രിയൊക്കെ കനകക്കുന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു? അടിപൊളിയാണല്ലേ? അപ്പൊ എല്ലാവർക്കും അതാണ് പറയാനുള്ളത്. കനകക്കുന്നിലെ ഇത്തവണത്തെ ആഘോഷങ്ങള്, പരിപാടികള്, അതുപോലെ തന്നെ ഈ കനകക്കുന്ന് വെറുതെ നമ്മൾ വേറെ പരിപാടികളൊന്നും കണ്ടില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഈ വെട്ടവും വെളിച്ചവും ഒക്കെ കണ്ട് ഒരു ഈവനിങ് ചിലപ്പം ജോലിയുള്ളവരായിരിക്കും, നാട്ടിൽ പോകാൻ കഴിയാത്തവരായിരിക്കും ഇത്തവണ ഇവിടെ കൂടുതലായിട്ടുള്ളവർ പറയുമ്പോഴാണ് ഇതൊരു സെറ്റപ്പാണ് എന്ന് അറിയുന്നത്. കണ്ടാൽ ശരിക്കും ഒരു ഒറിജിനൽ വീട് പോലെ, ഒരു പഴയ നമ്മുടെ തറവാട് പോലെയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും കനകക്കുന്നിലേക്ക് ചെന്നാൽ നല്ല അടിപൊളി കിടിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഓണത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് വരുന്ന രീതിയിൽ നല്ല കിഡിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലങ്ങൾ കനകക്കുന്നിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്.